കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ അവിടുന്ന് ഞങ്ങളുടെ മേൽ അയച്ചു തരണമേ. കർത്താവായ ദൈവമേ, ഈശോ മിശിഹാ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയാൻ, ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കാൻ ഞങ്ങൾ കർത്താവെ ആഗ്രഹത്തോടെ ദാഹത്തോടെ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, അങ്ങയുടെ ആത്മാവിനാൽ ലോകം നവീകരിക്കപ്പെടുന്നു. എല്ലാം പൂർത്തിയാക്കുന്നത് അങ്ങയുടെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും എന്നാണ് അങ്ങ് അരുളി ചെയ്തത്. ബലഹീനമായി പോകുന്ന, തളർന്നു പോകുന്ന, മടുത്തു പോകുന്ന, കർത്താവെ ക്രിസ്തീയ ജീവിതം ജീവിക്കാൻ ശക്തിയില്ലാത്ത ഞങ്ങളുടെ ആന്തരിക മനുഷ്യനെ അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ ശക്തിപ്പെടുത്തണമെന്ന് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആന്തരിക മനുഷ്യനെ അങ്ങയുടെ ആത്മാവിലൂടെ ശക്തിപ്പെടുത്തണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ആത്മാവ് പരിശുദ്ധാത്മാവിനാൽ നിറയാൻ, എപ്പോഴും നിറയാൻ അവിടുന്ന് അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ചൈതന്യമേ, ദൈവം തന്നെയായവനെ ആരാധന ആരാധന. ദൈവത്തിൻ്റെ ചൈതന്യമേ, ദൈവം തന്നെയായവനെ ആരാധന ആരാധന. പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് ആരാധന. ദൈവാരൂപിയേ, അങ്ങേക്ക് ആരാധന. പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് ആരാധന. ദൈവാരൂപിയേ, അങ്ങേക്ക് ആരാധന. ദൈവാത്മാവിനെന്നും ആരാധന. ദൈവാത്മാവിനെന്നും ആരാധന. പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് ആരാധന. ദൈവാരൂപിയേ, അങ്ങേക്ക് ആരാധന. പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് ആരാധന. ദൈവാരൂപിയേ, അങ്ങേക്ക് ആരാധന. ദൈവാത്മാവിനെന്നും ആരാധന. ദൈവാത്മാവിനെന്നും ആരാധന. എന്നിൽ നിറയുന്നവനെ, എന്നിൽ വസിക്കുന്നവനെ, എന്നെ കാക്കുന്നവനെ ആരാധന. എന്നിൽ നിറയുന്നവനെ, എന്നിൽ വസിക്കുന്നവനെ, എന്നെ കാക്കുന്നവനെ ആരാധന. എന്നിൽ ശുദ്ധിയായി, ശക്തിയായി, അഭിഷേകമായി വരണേ. എന്നിൽ ശുദ്ധിയായി, ശക്തിയായി, അഭിഷേകമായി വരണേ. ശുദ്ധത കാത്തൊരു വിശുദ്ധനാകാൻ കൃപയും നീ തരണേ. ശുദ്ധത കാത്തൊരു വിശുദ്ധനാകാൻ കൃപയും നീ തരണേ. പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് ആരാധന. ദൈവാരൂപിയേ, അങ്ങേക്ക് ആരാധന. പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് ആരാധന. ദൈവാരൂപിയേ, അങ്ങേക്ക് ആരാധന. ദൈവാത്മാവിനെന്നും ആരാധന. ദൈവാത്മാവിനെന്നും ആരാധന. ദൈവാത്മാവിനെന്നും ആരാധന. പരിശുദ്ധ അമ്മേ മാതാവേ, ഈ മണിക്കൂറിൽ അമ്മയുടെ വലിയ മാധ്യസ്ഥം തേടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവവചനം ആഴത്തിൽ ഗ്രഹിക്കാൻ പരിശുദ്ധ അമ്മേ, അമ്മ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വർഷിക്കപ്പെടാൻ പ്രാർത്ഥിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആത്മരക്ഷയെക്കുറിച്ചുള്ള അടിസ്ഥാന ബോധ്യങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കണ്ടത് നീതീകരിക്കപ്പെട്ടവരായ നാം ക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയുള്ള നീതീകരണത്തിന് ശേഷം മഹത്വീകരണം എന്ന ആ അവസാന നിമിഷത്തിൽ എത്തിച്ചേരുന്നതിന് മുമ്പുള്ള സമയം, അത് നമ്മുടെ സാങ്ക്ടിഫിക്കേഷൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ ഫലമാണ്, സമയമാണ്. അപ്പോൾ വിശുദ്ധീകരിക്കപ്പെടാതെ നമ്മൾ മഹത്വീകരിക്കപ്പെടില്ല. അതുകൊണ്ട് നീതീകരിക്കപ്പെട്ടു എന്ന് കരുതി ദൈവരാജ്യത്തിലെത്തണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇതിനെക്കുറിച്ച് ആവർത്തിച്ച് ബൈബിൾ പറയുന്നുണ്ട്. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും പിന്നീട് വീണു പോവുകയും ചെയ്യുന്നവരെ പുനരാനയിക്കുക അസാധ്യമാണ് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ അനേക സന്ദർഭങ്ങളിൽ പറയുന്നുണ്ട്, നമ്മൾ ഈ വിശ്വാസത്തിൽ നിന്നില്ലെങ്കിൽ, വിശ്വാസത്തിൽ നിന്ന് അകന്നു പോയാൽ, നമ്മൾ ഈ കൗദാശിക ജീവിതത്തിൽ നിന്ന് അകന്നു പോയാൽ, വിശുദ്ധീകരണ പ്രക്രിയ ഇല്ലാതായാൽ, നമ്മൾ എന്തെങ്കിലും നേടി എന്ന് വിചാരിച്ചാൽ നമ്മൾ നിത്യ നരകാഗ്നിക്കിരയായിത്തീരും എന്ന സത്യം നമ്മൾ മറച്ചു പിടിക്കേണ്ടതില്ല, മറന്നു പോവാനും പാടില്ല. ഒരു വാക്യം വായിക്കാം. ഹെബ്രായ ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. അവിടുന്ന് നൽകുന്ന വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ, എന്നോട് വായിച്ചേ, അവിടുന്ന് നൽകുന്ന വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കാൻ കഴിയാത്തവരായി നിങ്ങളിൽ ആരെങ്കിലും കാണപ്പെടുമോ എന്ന് നാം ഭയപ്പെടണം. കണ്ടോ, ഇതിനകത്ത് ഒരു സംശയമില്ല അപ്പോസ്തലന്. നമ്മളിൽ ആരെങ്കിലും അങ്ങനെ ഈ വാഗ്ദാനം നമ്മൾക്ക് കിട്ടിയിട്ടും ആ വിശ്രമത്തിലേക്ക് പ്രവേശിക്കാത്തവരായി ചിലപ്പോൾ നമുക്ക് മാറാനുള്ള സാധ്യത ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. മറ്റൊരു വാക്യം വായിക്കാം. ഹെബ്രായ ലേഖനത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം ഉറക്കെ വായിച്ചേ. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും ദൈവവചനത്തിൻ്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിൻ്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്യുന്നവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ്. വേറൊരു വാക്യം വായിച്ചേ. ഹെബ്രായ ലേഖനത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം വായിച്ചേ. സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം മനഃപൂർവ്വം നാം പാപം ചെയ്യുന്നെങ്കിൽ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ പിന്നെ ഒരു ബലി അവശേഷിക്കുന്നില്ല. കണ്ടോ, വ്യക്തമായിട്ട് അപ്പോസ്തലൻ പറയുന്നതാണ്. ഒരിക്കൽ മാമോദീസ സ്വീകരിച്ചു എന്ന് കരുതി നമ്മുടെ ആത്മാവ് നരകാഗ്നിയിൽ നിന്ന് വിമുക്തമാകണമെന്നില്ല. ശ്രദ്ധാപൂർവമായൊരു ജീവിതം നമ്മൾ നയിക്കേണ്ടതുണ്ട്. അതിന് നമ്മളെ സഹായിക്കുന്നതാണ്. എപ്പോഴും ശ്രദ്ധിച്ചോണം, കൂദാശകൾ വഴികളാണ്, കൂദാശകൾ ലക്ഷ്യമല്ല. കൂദാശകൾ വഴികളാണ്. എന്തിനുള്ള വഴി? വിശുദ്ധ ജീവിതത്തിലുള്ള വഴിയാണത്. കൂദാശകൾ സഹായമാണ്. എന്തിനുള്ളത്? വിശുദ്ധ ജീവിതത്തിനുള്ള സഹായമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അന്ത്യവിധിയിൽ നിങ്ങൾ പള്ളിയിൽ പോയോ എന്നൊരു ചോദ്യമില്ല. അന്ത്യവിധിയിൽ നിങ്ങൾ കുമ്പസാരിച്ചോ എന്നൊരു ചോദ്യമില്ല. അന്ത്യവിധിയിൽ നിങ്ങൾ മാമോദീസ സ്വീകരിച്ചവരാണോ എന്നൊരു ചോദ്യമില്ല. അന്ത്യവിധിയിലെ ചോദ്യങ്ങൾ വേറെയാണ്. അന്ത്യവിധിയിൽ ഒറ്റ ചോദ്യമുള്ളൂ, സ്നേഹിച്ചോ ഇല്ലയോ. അപ്പോൾ സ്വാഭാവികമായിട്ട് സംശയം വരാം, കുർബാനയ്ക്ക് പോയതൊക്കെ അതിനകത്ത് വരാത്ത എന്താ? ഇന്ന് വരെ ജനിച്ചതിന് ശേഷം കുർബാന മുടക്കിയിട്ടില്ല കർത്താവേ, അങ്ങനൊരു ചോദ്യം പക്ഷേ ഇല്ല. ലാസ്റ്റ് എക്സാമിനേഷൻ അങ്ങനൊരു ചോദ്യമില്ല. അപ്പം എന്താ എൻ്റെ അർത്ഥം? കുർബാനയ്ക്ക് പോയത് സ്നേഹമായി മാറാനുള്ള കഴിവ് കിട്ടാൻ വേണ്ടിയായിരുന്നു. കുർബാന വഴിയായിരുന്നു, വഴി. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ കുർബാനയ്ക്ക് പോയതല്ല നമ്മളെ രക്ഷിക്കുന്നത്. കുർബാനയ്ക്ക് പോകുന്നത് നമ്മളെ വിശുദ്ധീകരിക്കപ്പെടാൻ സഹായിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. മനസ്സിലാവുന്നുണ്ടോ? കൂദാശകൾ വഴികളാണ്, വിശുദ്ധീകരണത്തിൻ്റെ മാർഗങ്ങളാണ് കൂദാശകൾ. അത് അതിൽ തന്നെ ഒരു ലക്ഷ്യമല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം മനഃപൂർവ്വം നാം പാപം ചെയ്യുന്നെങ്കിൽ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ പിന്നെ ഒരു ബലി അവശേഷിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രക്ഷയുടെ ഉറപ്പ് എപ്പോഴും പ്രാപിച്ചവരായിരിക്കണം. അതിന് തിരുസഭയിലൂടെ ദൈവം നമ്മളെ സഹായിക്കുന്ന 7 കൈവഴികളാണ് കൂദാശകൾ. ഇപ്പം മനസ്സിലാവുന്നുണ്ടോ കൂദാശ ജീവിതത്തിൻ്റെ വില? അപ്പം ഇതാണ് അപ്പസ്തോലിക സഭകളുടെ ഒരു സ്ട്രെങ്ത്.
അപ്പസ്തോലിക സഭകളല്ലാത്തവരുടെ ഒരു വീക്ക്നെസ്. അതായത് ഈ ഒരു കാര്യത്തിൽ ദൈവം നമുക്ക് നല്ല ഒരു കൃപ തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അപ്പസ്തോലിക സഭകൾക്ക് കൂദാശകൾ തന്നു. ഇപ്പം എന്തിനാണ് പള്ളിയിൽ പോകുന്നത്? കൊറോണ കഴിഞ്ഞ് പള്ളി വീട്ടിലിരുന്ന് കുർബാന കണ്ടപ്പോൾ ഇങ്ങനെയുള്ള 100 ചോദ്യങ്ങളുണ്ട് ഈ അന്തരീക്ഷത്തിൽ. ആ ചോദ്യങ്ങൾക്കെല്ലാം ഒറ്റ ഉത്തരവേ ഉള്ളൂ. അതായത് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ളൊരു വിശുദ്ധീകരണം നമ്മളിൽ നടക്കണമെങ്കിൽ ആ വിശുദ്ധീകരണത്തിന് നമ്മളെ സഹായിക്കാൻ ഈ വഴികളേ ഉള്ളൂ, വേറെ വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ കൂദാശകളായിട്ട് കാണുകയാണ്. മാമോദീസ നമ്മൾ കണ്ടു, കൺഫർമേഷൻ കണ്ടു. ഇനി നമ്മൾ കുംഭസാരം എന്ന കൂദാശ ഒത്തിരി വിശദീകരണം ആവശ്യമില്ല. അത് നമ്മളെ കഴുകുന്ന കൂദാശയാണ്, കഴുകുകയാണ്. പത്രോസ്ലീഗ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഈശോ കാല് കഴുകാൻ വരുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ പറയും, നീ എന്നെ കഴുകണ്ട. കർത്താവേ, ശിമോൻ പത്രോസിൻ്റെ അടുത്തെത്തി പത്രോസ് അവനോട് ചോദിച്ചു, കർത്താവേ, 13-ാം അധ്യായം 6-ാം വാക്യം, പത്രോസ് അവനോട് ചോദിച്ചു, കർത്താവേ, നീ എൻ്റെ കാൽ കഴുകുകയോ? 7-ാമത്തെ വാക്യം ഉറക്കെ വായിച്ചേ. യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീട് അറിയും. പത്രോസ് പറഞ്ഞു, നീ ഒരിക്കലും എൻ്റെ പാദം കഴുകരുത്. യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. അതായത് ആരാണ് നമ്മളെ കഴുകേണ്ടത്? യേശുവാണ്. ഒരിക്കലും ഒരു മനുഷ്യന് സ്വയം വിശുദ്ധീകരിക്കാൻ പറ്റില്ല. യേശു കഴുകണം. യേശു കഴുകിയെങ്കിലേ ആത്മാവ് ദൈവം ആഗ്രഹിക്കുന്നൊരു വിശുദ്ധിയിലെത്തൂ. അപ്പോൾ അതുകൊണ്ട് കർത്താവ് കഴുകാനുള്ള ഒരു അവസരം നമ്മൾ ഉപയോഗിക്കണം. എഫേസോസ് 5:26 വായിച്ചേ. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മ. അപ്പോൾ യേശുവാണ് കഴുകുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് മാമോദീസയാണ്. പക്ഷെ ഇവിടെ ഈ ജലം കുംഭസാരത്തെയും സൂചിപ്പിക്കാം. കാരണം യേശു കഴുകുന്ന ഒരു കൂദാശയാണത്. അപ്പോൾ കർത്താവാണ് കഴുകുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. നമ്മളല്ല നമ്മളെ വിശുദ്ധീകരിക്കുന്നത്, ഈശോ തന്നെ കഴുകണം. അതുകൊണ്ട് എന്തിന് കുംഭസാരിക്കണം? അത് കുംഭസാരിക്കണം എന്തിനെന്ന് പറഞ്ഞാൽ കർത്താവ് കഴുകാൻ ദൈവം കൊണ്ട് തന്ന കഴുകാനുള്ള സ്ഥലമാണത്. അവിടെ പോകണം. യോഹന്നാൻ 20, 21, 22, 23 വായിച്ചേ. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. അപ്പോൾ അപ്പസ്തോലിക സഭയ്ക്ക് ഈ കഴുകാനുള്ള അധികാരം കർത്താവ് ഏൽപ്പിച്ചു തന്നു. അത് ഉപയോഗിക്കണം. അത് വിശുദ്ധീകരണത്തിന് നമ്മെ സഹായിക്കും. അത് നമുക്ക് ഒത്തിരി വിശദീകരണം ആവശ്യമില്ലാത്തൊരു മേഖലയാണ്, അറിയാം. അടുത്തത് വിശുദ്ധ കുർബാന. അതെങ്ങനെയാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്? നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരാം. യോഹന്നാൻ 6-ാം അധ്യായത്തിൻ്റെ 51 മുതൽ, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവൻ എങ്ങനെ കഴിയുമെന്ന് അവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അപ്പം ഇതൊക്കെ അറിയാവുന്ന വചനങ്ങളാണ്. ഇനി നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ വിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെ വിശ്വാസം ഏറ്റവും ശക്തമായി നമ്മൾ പ്രഘോഷിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ മരണം, യഥാർത്ഥത്തിൽ ആ മരണം അതിൻ്റെ ഏറ്റവും റിയാലിറ്റിയിൽ പ്രഖ്യാപിക്കുന്ന ഒരു കൂദാശയാണ് വിശുദ്ധ കുർബാന. ആ വിശുദ്ധ കുർബാന നമ്മൾ അർപ്പിക്കുകയും അങ്ങനെ കുർബാന സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? യേശുവിൻ്റെ ശരീരം നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്നു. നമ്മൾ യേശുവിനെ സ്വീകരിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ യേശുവിൻ്റെ ശരീരം കടന്നു വരുന്നു. കർത്താവ് ഇതിനെക്കുറിച്ച് പറഞ്ഞു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഇപ്പോൾ ഒരു പശു പുല്ല് തിന്നു. പശു പുല്ല് തിന്നപ്പോൾ പുല്ല് പശുവിൻ്റെ അകത്തായി.
ഞാൻ ചോദിക്കുകയാണ്, പുല്ലെവിടെ? പുല്ലെവിടെ ഞാൻ ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറയും, പുല്ല് പശുവായിട്ട് മാറി. സംശയമുണ്ടോ? ഇല്ലല്ലോ, സംശയമില്ല. പശുവിനെ നമ്മൾ തിന്നു. പശുവിനെ ബിനു തിന്നു. ഞാൻ ചോദിക്കുകയാണ്, പശു എവിടെ? പശു പറയാണ്, പശു ബിനുവായിട്ട് മാറി. ശരിയല്ലേ? ശരിയാണോ അല്ലയോ? അതെ. അപ്പോൾ ശ്രദ്ധിച്ചോണം, വെജിറ്റബിൾ ലൈഫ് ആനിമൽ ലൈഫായിട്ട് മാറി. പശു പുല്ല് തിന്നപ്പോൾ വെജിറ്റബിൾ ലൈഫ് ആനിമൽ ലൈഫായിട്ട് മാറി. പശുവിനെ ബിനു തിന്നപ്പോൾ ആനിമൽ ലൈഫ് ഹ്യൂമൻ ലൈഫായിട്ട് മാറി. അപ്പോൾ എന്താണ് ഇവിടുത്തെ നിയമം? നിയമം ഇതാണ്: ലോവർ ഫോം ഓഫ് ലൈഫ് ഈസ് അസിമുലേറ്റഡ് ഇൻ ടു ഹയർ ഫോം ഓഫ് ലൈഫ്. മനസ്സിലായോ? ചെറിയ ലൈഫ് വലിയ ലൈഫിലേക്ക് ചേരും. അതാണല്ലോ നിയമം. ക്ലിയർ അല്ലേ? ശ്രദ്ധിച്ച് കേട്ടോണം, ഇത് സയൻസ് പഠിപ്പിക്കുകയാണ്. ചെറിയ ലൈഫ്, വെജിറ്റബിൾ ലൈഫ് എന്ന് പറഞ്ഞാൽ താഴ്ന്ന തരത്തിലുള്ള ഒരു ജീവനാണത്. ആ ജീവൻ കുറച്ചുകൂടെ ഉയർന്ന തരത്തിലുള്ള പശു, കുറച്ചുകൂടെ ഒരു ഉയർന്ന ജീവൻ പശു. പശുവിനെ നമ്മൾ തിന്നപ്പോൾ കുറച്ചുകൂടെ ഉയർന്ന ഒരു ജീവനായിട്ട് മാറി. അല്ലേ? ശ്രദ്ധിച്ച് കേട്ടോണം, ഇത് ലോവർ ഫോം ഓഫ് ലൈഫ് ഈസ് അസിമുലേറ്റഡ് ഇൻ ടു ഹയർ ഫോം ഓഫ് ലൈഫ്. അതാണ് പ്രിൻസിപ്പിൾ, സയൻസ് ആണത്. അപ്പോൾ വെജിറ്റബിൾ എവിടെ? വെജിറ്റബിൾ പശുവായി. പശു എവിടെ? പശു ബിനുവായി. ചെറിയ ജീവൻ വലിയ ജീവനിൽ വിലയം പ്രാപിക്കും. നിയമം അങ്ങനെയാണെങ്കിൽ ഈ ബിനു വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? വിശുദ്ധ കുർബാന ഹയർ ഫോം ഓഫ് ലൈഫാണ്. ഉയർന്ന ഇതിനൊക്കെ ഉയർന്ന, കാരണം അത് ദൈവത്തിൻ്റെ ജീവനാണ്, യേശുവിൻ്റെ ജീവനാണ് ആ ശരീരത്തിൻ്റെ രക്തത്തിനും കിടക്കുന്നത്. ചെറിയ ജീവൻ വലിയ ജീവനിൽ വിലയം പ്രാപിക്കും. അല്ലെങ്കിൽ ബിനു എവിടെ എന്ന് ചോദ്യം ചോദിച്ചാൽ ഉത്തരം ബിനു യേശുവായിട്ട് മാറി എന്നാണ്. ബിനു എവിടെ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ബിനു യേശുവായിട്ട് മാറി. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ യേശു നമ്മളിൽ അലിയുക എന്നതിനേക്കാൾ നമ്മൾ യേശുവിൽ അലിയുകയാണ്. ശ്രദ്ധിച്ച് കേട്ടോണ്ട്, ഇത് ശരിക്കും മനസ്സിലാക്കണം. അപ്പം ഈ വിശ്വാസമാണ് ആക്റ്റീവ് ആവേണ്ടത്. എന്താണ്? കുർബാന സ്വീകരിച്ചിട്ട് വരുമ്പോൾ മുതൽ എന്നിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ഇനി എൻ്റെ ജീവനല്ല, ഈശോയുടെ ജീവനാണ്. അതുകൊണ്ട് വെളിയിലിറങ്ങി വരുമ്പോൾ ഒരാൾ തെറി വിളിച്ചാൽ എനിക്ക് ഞാൻ പ്രതികരിക്കുന്നത് പോലെ പ്രതികരിക്കാൻ അവകാശമില്ല, യേശു പ്രതികരിക്കുന്ന പോലെ പ്രതികരിക്കാനേ അവകാശമുള്ളൂ. ഈ ഫെയ്ത്താണ് ആക്റ്റീവ് ആവേണ്ടത്. അപ്പം എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് തിരിഞ്ഞു നോക്കിയാൽ ഒരു 19 വയസ്സുള്ള ഒരാൾ എത്രായിരം വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടുണ്ട്. ഓരോ തവണ വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ അയാൾ ഒരു പടി കൂടെ യേശുവായിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അറിഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ വിശ്വസിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. ഡേ ബൈ ഡേ വി ആർ കൺഫോംഡ് ഇൻ ടു ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ ശരീരത്തിലേക്ക് അനുരൂപപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തിനാ ഈശോ ഇത് സ്ഥാപിച്ചത്? അതെന്തിനാ ഞാൻ പറഞ്ഞുതരാം. ഈ ശരീരത്തിൽ നിന്ന്, ഇപ്പം എൻ്റെ ഈ ശരീരത്തിൽ നിന്ന് എനിക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ശരീരത്തിൽ നിന്ന് എനിക്ക് എന്നെ മാത്രമേ സ്നേഹിക്കാൻ പറ്റൂ. എനിക്ക് എന്നോട് മാത്രമേ സ്നേഹമുള്ളൂ ഈ ശരീരം വെച്ച്. എനിക്ക് ഒരാളെ നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കണമെങ്കിൽ അങ്ങനെ നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പറ്റുന്ന ഒരു ശരീരം എനിക്കുണ്ടാവണം. എന്തിനാ കുർബാന സ്ഥാപിച്ചതെന്ന് ഞാൻ പറയുകയാണ്. അതായത് എനിക്ക് ഈ കുറച്ചുകൂടെ നിസ്വാർത്ഥമായിട്ട് സ്നേഹത്തിന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞ ഒരു നിലവാരത്തിൽ എനിക്ക് സ്നേഹിക്കാൻ പറ്റണമെങ്കിൽ അത് എൻ്റെ ഈ ശരീരം വെച്ച് പറ്റില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? ഈ ശരീരത്തിൽ നിന്ന് ഇറിറ്റേഷനേ വരൂ, കോപമേ വരൂ, മോഹമേ വരൂ, ലോഭമേ വരൂ. ഇതെല്ലാം എൻ്റെ ഈ ശരീരത്തിൽ നിന്ന് അതേ വരൂ. അപ്പം എനിക്ക് കുറച്ചുകൂടെ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ പറ്റണമെങ്കിൽ എനിക്ക് വേറെ ഒരു ശരീരം വേണം. ഈ ശരീരം കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിന്റെ ഈ ശരീരം കൊണ്ട് പറ്റില്ല. പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും ഉണ്ട്? ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 6:63 പറഞ്ഞിട്ടുണ്ട്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഈ കുർബാനയുടെ കോണ്ടെക്സ്റ്റിൽ എന്തിനാ വാക്യം പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ പറയുകയാണ്. നിന്റെ ശരീരം കൊണ്ട് ഇത് പറ്റില്ല.
ഞാൻ പറയുന്ന ഉയർന്ന തലത്തിലുള്ള ഒരു നിലവാരത്തിലുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ നിന്റെ ശരീരം അതിന് പറ്റിയതല്ല. ആ ശരീരം നിന്നെ അത് ജീവിക്കുന്നതിൽ നിന്ന് പരാജയപ്പെടുത്തും. നമ്മൾ ഒരാളെ ക്രിസ്തു ആഗ്രഹിച്ച രീതിയിൽ സ്നേഹിക്കാൻ പരിശ്രമിച്ചാൽ ആദ്യം നമ്മളെ പുറകോട്ട് വലിക്കുന്നത് നമ്മൾ തന്നെയാണ്. അതിൻ്റെ ആവശ്യമുണ്ടോ? അതിൻ്റെയൊക്കെ ആവശ്യം ഇപ്പം എന്താ? കാരണം ഈ ബോഡിയിൽ അതിനുള്ള പവർ ഇല്ല. ഈ ബോഡി കൊണ്ട് എനിക്ക് എന്നെ മാത്രമേ സ്നേഹിക്കാൻ പറ്റൂ, അല്ലെ എനിക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരെ സ്നേഹിക്കാൻ പറ്റൂ, അതിന് വെളിയിലോട്ട് സ്നേഹിക്കാൻ പറ്റില്ല. എന്നാൽ ഈ ലോകത്തിലെ അവസാനത്തെ മനുഷ്യനെയും സ്നേഹിക്കാൻ പറ്റുന്ന ഒരു ഹൃദയവിശാലതയും സ്നേഹത്തിൻ്റെ ആഴവും എന്നെ രൂപപ്പെടണമെങ്കിൽ ഐ നീഡ് അനദർ ബോഡി വിച്ച് ഈസ് ഏബിൾ ടു ലവ് സെൽഫ്ലെസ്ലി. സ്നേഹിക്കാൻ പറ്റുന്ന ഒരു ശരീരം, എനിക്ക് നിസ്വാർത്ഥ സ്നേഹത്തിന് പറ്റിയ ഒരു ശരീരം വേണം. നിങ്ങൾ കേട്ടോ? അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഈ ശരീരം കൊണ്ടത് പറ്റില്ല. എൻ്റെ ശരീരം എന്താ? ലാസ്റ്റ് പോയിന്റ് വരെ സ്നേഹിച്ച ഒരു ശരീരം, അവസാനം വരെ സഹിച്ച ഒരു ശരീരം, അവസാനത്തെ പോയിന്റ് വരെ തോറ്റുകൊടുത്ത ഒരു ശരീരം, അവസാനത്തെ പോയിന്റ് വരെ ക്ഷമിച്ച ഒരു ശരീരം, അവസാനത്തെ പോയിന്റ് വരെ പിടഞ്ഞ ഒരു ശരീരം, പ്രതികരിക്കാത്തൊരു ശരീരം, മറുപടി പറയാത്തൊരു ശരീരം, കോപിക്കാത്തൊരു ശരീരം, എളിമപ്പെടുന്ന ഒരു ശരീരം. അത് വാങ്ങിക്ക്, എല്ലാ ദിവസവും വന്നത് വാങ്ങിക്ക്, വാങ്ങിച്ചിട്ട് എന്നെ പോലാവ്. നിങ്ങൾക്ക് മനസ്സിലായോ? കുർബാന എന്തിനാ സ്ഥാപിച്ചെന്ന് മനസ്സിലായോ? കുർബാന നമ്മൾ സ്വീകരിക്കുന്നത് യേശു ആകാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ വിശുദ്ധ കുർബാന എങ്ങനെയാണ് നമ്മളെ വിശുദ്ധീകരണത്തിന് സഹായിക്കുന്നതെന്ന്? ഇതൊക്കെ ഈ ഫെയ്ത്തൊക്കെ നമ്മളിൽ ആക്റ്റീവ് ആവണം. അപ്പം നമുക്ക് എന്ത് ചെയ്യുന്നു? ഭയങ്കര കോപം വരികയാണ്, ഇറിറ്റേഷൻ വരികയാണ്, ഭയങ്കരമായിട്ട് നമുക്ക് ദേഷ്യം വരികയാണ്. അപ്പോൾ ഈ ഫെയ്ത്ത് നമ്മളിൽ ആക്റ്റീവാണ്. എന്താണ് ഇതൊക്കെ? ഈ ദേഷ്യം എല്ലാം ഡാനിയേലച്ചൻ്റെയാണ്. പക്ഷേ ഡാനിയേലച്ചൻ മരിച്ചു. ക്രിസ്തുവാണ് ജീവിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് ക്രിസ്തു ഇങ്ങനെ പെരുമാറില്ല. ക്രിസ്തു ഇങ്ങനെ പെരുമാറില്ല. അപ്പോൾ അങ്ങനെ പെരുമാറാൻ നമ്മളിൽ വന്നുകൊണ്ടിരിക്കും. വരുമ്പോൾ നീ മരിച്ച ആളാണ്. ഇതിപ്പോൾ നിന്റെ ശരീരമല്ല. ഒരു 50,000 കുർബാന സ്വീകരിച്ച നിന്റെ ശരീരം അല്ല ഇത്. ഇതിപ്പോൾ ഈശോയുടെ ശരീരമാണ്. ഈ ശരീരത്തിൽ നിന്ന് സ്നേഹം വരേണ്ടതുണ്ട്. മനസ്സിലായോ? അങ്ങനെ കുർബാന നമുക്ക് 24 മണിക്കൂറും സ്നേഹിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി മാറും. ഇനി അടുത്ത ഒരു കാര്യം, അടുത്ത കൂദാശ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവവിളികളാണ്. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ആ ദൈവവിളി നമ്മളെ വിശുദ്ധീകരണത്തിന് സഹായിക്കും. മനസ്സിലായില്ലേ? ഇപ്പോൾ എന്താണ് ഒരു സാധാരണ മനുഷ്യൻ പെരുമാറുന്നത് പോലെ പെരുമാറുന്നതിൽ നിന്ന് എന്നെ തടയുന്ന എന്താണ്? ഞാനങ്ങനെ ഓർത്തില്ലെങ്കിൽ ആളുകൾ എന്നോട് പറയും, അച്ഛനൊരു അച്ഛനാണ് എന്ന് ഓർത്തോണമെന്ന് പറയും. മൈ വൊക്കേഷൻ ഈസ് എ പ്രൊട്ടക്ഷൻ. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു, സാങ്ക്ടിഫിക്കേഷൻ നടക്കുന്നത് ഒന്നാമത്തെ വഴി കൂദാശകളിലൂടെ, രണ്ടാമത്തെ വഴി സഹനങ്ങളിലൂടെ. അത് നമുക്ക് എടുക്കാം. എവിടെല്ലാം അല്ലെന്ന് കേട്ടെ ഈ പറയുന്ന കാര്യം, എവിടെല്ലാം അപ്പസ്തോലന്മാർ മഹത്വീകരണത്തെക്കുറിച്ച് പറയുമോ തൊട്ടടുത്ത് സഹനത്തെക്കുറിച്ച് പറയും. എവിടെല്ലാം അപ്പസ്തോലന്മാർ ഗ്ലോറിഫിക്കേഷൻ എന്ന വിഷയം ചർച്ച ചെയ്യുമോ അവിടെ അപ്പസ്തോലന്മാർ പെട്ടെന്ന് അതിനോട് ചേർത്ത് സഹനങ്ങളെക്കുറിച്ച് സംസാരിക്കും. അതിൻ്റെ കാരണം ഈ ഗ്ലോറിഫിക്കേഷന് വേഗത്തിൽ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കഷ്ടപ്പാടുകൾ. മനസ്സിലാവുന്നില്ലേ? അപ്പം അതായത് ഒരു മനുഷ്യൻ, ഇപ്പോൾ ഒരു അച്ഛൻ, എനിക്കറിയാം, ഒരു 15 വർഷമായിട്ട് ഒരു പ്രത്യേക വിഷയത്തിൽ ഉത്തരം കിട്ടാതെ സഹിക്കുന്ന ഒരു അച്ഛനെ എനിക്കറിയാം. ഒരു പ്രത്യേക വിഷയത്തിൽ അച്ഛൻ കിടന്ന് സ്ട്രഗിൾ ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം യാത്ര ചെയ്ത സമയത്ത് അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അച്ഛാ, ഈ 15 വർഷത്തിനിടയിൽ അച്ഛൻ എന്തുമാത്രം മാറി, അച്ഛൻ എന്തുമാത്രം യേശുവിനെ പോലായി. ഈ സഹനം ഉണ്ടായിരുന്നുകൊണ്ട്, ഈ സ്ട്രഗിൾ ഉണ്ടായിരുന്നുകൊണ്ട് അച്ഛൻ 15 കൊല്ലം മുമ്പുള്ള അച്ഛനാണോ ഇപ്പോൾ എൻ്റെ ഇടതുവശത്ത് സീറ്റിലിരിക്കുന്നത്? അല്ല. അച്ഛൻ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെട്ടു. അപ്പം സഹനം അങ്ങനെ നമ്മളെ സഹായിക്കും. എടുത്തു വായിക്കാം. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിൽ ആയിരിക്കാം. നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം. മാത്രമല്ല നമ്മുടെ കഷ്ടതകളിലും, കണ്ടോ, ദൈവമഹത്വം പറഞ്ഞിട്ട് അടുത്ത വിഷയം എന്താ? കഷ്ടത.
കാരണം ഈ കഷ്ടതയാണ് ദൈവമഹത്വത്തിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന് നമ്മൾ പ്രത്യാശിക്കുന്നു. എന്നാൽ നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. എന്തെന്നാൽ കഷ്ടത സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു. മറ്റൊരു വാക്യം എടുത്തോ, റോമാലേഖനം 8-ാം അധ്യായം 18-ാം വാക്യം. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസാരമാണ്. കണ്ടോ, മഹത്വം കഷ്ടത. നമുക്ക് വരാൻ പോകുന്ന ഗ്ലോറിഫിക്കേഷൻ നോക്കുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസാരമാണെന്ന് നമ്മൾ അറിയുന്നു. എടുത്തോ, ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 10-ാം തിരുവചനം. അത് 4 മുതൽ വായിച്ചു, എന്നാലേ മനസ്സിലാവൂ. ഹെബ്രായ 12:4 മുതൽ. പാപത്തിനെതിരെയുള്ള സമരത്തിൽ നിങ്ങൾക്ക് ഇനിയും രക്തം ചൊരിയേണ്ടി വന്നിട്ടില്ല. നിങ്ങളെ പുത്രന്മാരെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ആ ഉപദേശം നിങ്ങൾ മറന്നുപോയോ? എൻ്റെ മകനെ, കർത്താവിൻ്റെ ശിക്ഷണത്തെ നീ നിസാരമാക്കരുത്. അവൻ ശാസിക്കുമ്പോൾ നീ നഷ്ടധൈര്യനാകരുത്. താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു. മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുന്നു. ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്. മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു. പിതാവിൻ്റെ ശിക്ഷണം ലഭിക്കാത്ത ഏത് മകനാണുള്ളത്? എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്ക് ലഭിക്കാതിരുന്നാൽ നിങ്ങൾ മക്കളല്ല, ജാരസന്താനങ്ങളാണ്. ഇതിനും പുറമെ നമ്മെ തിരുത്തുന്നതിന് നമുക്ക് ഭൗമിക പിതാക്കന്മാരുണ്ടായിരുന്നു. നാം അവരെ ബഹുമാനിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ നാം ആത്മാക്കളുടെ പിതാവിന് വിധേയരായി ജീവിക്കേണ്ടതല്ലേ? ഭൗമിക പിതാക്കന്മാർ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കുറച്ച് സമയം നമ്മെ പരിശീലിപ്പിച്ചു. ഉറക്കെ വായിച്ചേ. എന്നാൽ ദൈവം നമ്മെ പരിശീലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ സഹനത്തിലൂടെ പരിശീലിപ്പിക്കുന്നത്. ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മയ്ക്കും തൻ്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിനും വേണ്ടിയാണ്. ഒരു കാര്യം ഓർത്തോണം, പൂർണ്ണമായും വിശുദ്ധീകരിക്കപ്പെടാതെ ഒരാത്മാവ് ദൈവസന്നിധിയിലെത്തില്ല. പൂർണ്ണമായും വിശുദ്ധീകരിക്കപ്പെടുന്നത് ഒന്നുകിൽ ഇവിടെ വച്ച് അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് വെച്ച്. ഇവിടെ വെച്ച് നന്നായിട്ട് വിശുദ്ധീകരിക്കപ്പെട്ടാൽ ശുദ്ധീകരണ സ്ഥലത്ത് അധികം വിശുദ്ധീകരിക്കപ്പെടാതെ പോവാം. എന്തായാലും വിശുദ്ധീകരിക്കപ്പെട്ടേ പറ്റൂ. അപ്പോൾ നമുക്കുണ്ടാകുന്ന സഹനം പോയി ചോദിച്ചു വാങ്ങിക്കണ്ട. അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ട് ഞാൻ. കുറച്ചുകൂടെ അങ്ങനെ ചോദിക്കുകയൊന്നും വേണ്ട. ചോദിച്ചു പോയി ഈ ആവശ്യമില്ലാത്ത തലവേദന പടരിക്ക് വാങ്ങിച്ച് വെക്കണ്ട. മറിച്ച് ഇഷ്ടം പോലെ ഓരോ ദിവസവും ഉണ്ടല്ലോ, അതിനെ സന്തോഷത്തോടെ ഏറ്റെടുക്കുക, സന്തോഷത്തോടെ സഹിക്കുക. അങ്ങനെ സന്തോഷത്തോടെ സഹിക്കുമ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ വ്യത്യാസം വരും. അത് നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്തും. അത് നമ്മുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യത്യാസം വരുത്തും. എന്നോടൊരു മനുഷ്യൻ പറഞ്ഞു, അതായത് പണമുണ്ടെങ്കിൽ എല്ലാമായി എന്ന് കരുതിയ ഒരാളാണ് ഞാൻ. പണമുണ്ടായാൽ എല്ലാമായി എന്ന് അഹങ്കരിച്ച ആളാണ് ഞാൻ. എൻ്റെ സംസാരവും നിലപാടുകളെല്ലാം അങ്ങനെ ആയിരുന്നു. വലിയ തകർച്ച വന്നു. ആ തകർച്ചയിൽ എനിക്ക് മനസ്സിലായി, പണം എൻ്റെ ജീവിതത്തിന് എന്നെ സഹായിക്കില്ല. പണം ഏത് സമയത്തും നഷ്ടപ്പെട്ടു പോവാം എന്ന് പറഞ്ഞിട്ട് ചെയ്തു പോയ കുറ്റവും പാപവും ഓർത്തോർത്ത് എൻ്റെ മുമ്പിലിരുന്നൊരു മനുഷ്യൻ, 19 വയസ്സുള്ള മനുഷ്യൻ പൊട്ടി കരയുകയാണ്. അപ്പം ഞാൻ ഓർത്ത്, ദൈവമേ, ഒരു പാപത്തെക്കുറിച്ച് ഇത്രയും അനുതാപം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ടാവുന്നല്ലോ. അതെങ്ങനെ ഉണ്ടാവുന്നത്? അത് ഈ സഹനങ്ങളിലൂടെയാണ് ഈ മനുഷ്യൻ രൂപാന്തരപ്പെട്ടത്. അപ്പം അതുകൊണ്ട് സഹനം നമ്മെ വിശുദ്ധീകരിക്കാൻ സഹായിക്കും. മറ്റൊരു വാക്യം എടുക്കാം, പത്രോസിൻ്റെ 1-ാം ലേഖനം. വിശുദ്ധ പത്രോസിലേക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 12 മുതൽ. ഉറക്കെ വായിച്ചു, വേഗം വായിക്കണേ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ക്രിസ്തുവിൻ്റെ നാമനിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അതാണ് ഈ മഹത്വീകരണത്തിന് ഈ സഹനത്തിൻ്റേതല്ലാത്ത ഒരു വഴി ബൈബിൾ പഠിപ്പിക്കുന്നില്ല. മനസ്സിലായി? മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെടും എന്ന് കൊറിന്തോസിൻ്റെ 2-ാം ലേഖനത്തിൽ പറയും, 3-ാം അധ്യായത്തിൽ. മഹത്വം, ഫ്രം ഗ്ലോറി ടു ഗ്ലോറി. ഇതാണ് ഈ യാത്ര, ഫ്രം ഗ്ലോറി ടു ഗ്ലോറി. 2010 ഗ്ലോറിയേക്കാൾ കൂടുതലാണ് 2015 ഗ്ലോറി. ഗ്ലോറി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കുറെ കൂടി, എന്താ ഗ്ലോറി? ഞാൻ പറഞ്ഞ ദൈവത്തിൻ്റെ ഈശോയുടെ സ്വഭാവത്തിന് ചേർന്ന് മാച്ച് ചെയ്ത് വരുന്നു. അതാണ് ഗ്ലോറിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്.
2010 കുറച്ചുകൂടെ ഈശോയുടെ സ്വഭാവത്തിന് ചേരാത്ത ആളായിരുന്നു. ഇപ്പോൾ 2015 2020 കുറച്ചുകൂടെ മാച്ച് ചെയ്ത് വരുന്നു. ഒരു സൈഡിൽ നിന്നൊക്കെ നോക്കിയാൽ ഈശോയുടെ ഒരു ഷേപ്പ് ഉണ്ട്, മനസ്സിലായോ? കംപ്ലീറ്റ് വേറെ നോക്കിയാൽ വേറെ ഷേപ്പാണ്, പക്ഷേ ചെറിയൊരു ആംഗിളിൽ ഒരു ഷേപ്പൊക്കെ വരുന്നുണ്ട്. ഇയാളുടെ സ്വഭാവത്തിൽ ഈശോയെ പോലൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫ്രം ഗ്ലോറി ടു ഗ്ലോറി. എനിക്ക് ബൈബിളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രേസ് ഇതാണ്, ഫ്രം ഗ്ലോറി ടു ഗ്ലോറി. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്. ഇതിനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് വിശ്വാസത്തിൽ, അപ്പോൾ ഈ മേഖല നിങ്ങൾക്ക് ക്ലിയറായെന്ന് വിചാരിക്കുന്നു. നീതീകരണം, വിശുദ്ധീകരണം, മഹത്വീകരണം. അപ്പോൾ ഈ ജീവിതം, കൂദാശ ജീവിതത്തിലൂടെയും സഹനങ്ങളെ ദൈവത്തിൻ്റെ സഹനശേഷിയിൽ എടുത്ത് സ്വീകരിച്ചുകൊണ്ടും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ യാത്രയിലായിരിക്കണം നമ്മൾ. അല്ലാതെ എനിക്കെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കരുത്. വൺ സേവ്ഡ് ഓൾവേസ് സേവ്ഡ് എന്ന് വിചാരിച്ചിരിക്കരുത്. ഒരിക്കൽ രക്ഷപ്പെട്ടു അതോ എന്നേക്കും അങ്ങനെയല്ല. നമ്മൾ ഈ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ യാത്ര വിശുദ്ധീകരണത്തിൻ്റെ യാത്രയാണ്. ആ യാത്രയെ നമ്മളെ സഹായിക്കുന്ന എന്തൊക്കെയാണ്? കൂദാശകളും സഹനങ്ങളും. അത്രയും ക്ലിയറായി. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടെ ചോദിച്ചാൽ നമുക്ക് ഈ വിഷയം അവസാനിപ്പിക്കാം. ആത്മരക്ഷ എന്ന വിഷയം അവസാനിപ്പിക്കാം. ഇനി ആത്മാക്കളുടെ രക്ഷയാണ്. ആത്മരക്ഷ എന്ന് പറയുന്ന ഒരു വിഷയം അവസാനിപ്പിക്കണമെങ്കിൽ അപ്പോൾ ഒരു ചോദ്യം വരും, ഈ വിശ്വാസം മാത്രം മതിയോ? ഈ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് വരില്ല, എങ്കിലും ആർക്കെങ്കിലും വന്നാൽ അതിനൊരു ഉത്തരം വേണം. അപ്പോൾ വിശ്വസിച്ചാൽ മതിയോ, പ്രവൃത്തിയൊന്നും വേണ്ടേ? ഇങ്ങനൊരു ചോദ്യം വരാം. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതാണ്. വിശ്വാസമെന്ന് പുതിയ നിയമം ബൈബിൾ ഉദ്ദേശിക്കുന്നത് ലിവിങ് ഫെയ്ത്താണ്, ജീവനുള്ള വിശ്വാസമാണ്. ഈ വാക്കുകൾ ഓർത്തിരുന്നു. ജീവനുള്ള വിശ്വാസമാണ്. ആക്റ്റീവ് ഫെയ്ത്താണ്, സജീവമായ വിശ്വാസമാണ്. വിശ്വാസം എന്നതുകൊണ്ട് ബൈബിൾ ഉദ്ദേശിക്കുമ്പോൾ ആ വിശ്വാസത്തിനകത്ത് പ്രവൃത്തികൾ ഉണ്ട്. പ്രവൃത്തിയില്ലാത്തൊരു വിശ്വാസമല്ല. ശരിക്കുള്ള വിശ്വാസത്തിനകത്ത് പ്രവൃത്തിയുണ്ട്. ഉദാഹരണം, ശരിക്കും ഒരാൾ വിശ്വസിക്കുകയാണ് ഞാൻ കർത്താവിനോടുകൂടെ മരിച്ചു. അങ്ങനെ ഒരാളുടെ ആ വിശ്വാസത്തിൽ നിന്ന് ആരും നിർബന്ധിക്കാതെ തന്നെ പുറത്തു വരുന്ന പ്രവൃത്തിയാണ് ശാന്തത, സംയമനം, പ്രകോപനമില്ലാത്ത അവസ്ഥ. മരിച്ച ആളാണ്. ആ വിശ്വാസത്തിൽ നിന്ന് ഓട്ടോമാറ്റിക്, ആ വിശ്വാസം ഒരു അമ്മയാണെങ്കിൽ പ്രവൃത്തി അതിൻ്റെ കുഞ്ഞാണ്. വിശ്വാസം ഒരു മരമാണെങ്കിൽ അതിൻ്റെ പഴം അതിൻ്റെ കുഞ്ഞാണ്. ഈ വിശ്വാസത്തിനകത്ത് പ്രവൃത്തിയുണ്ട്. അത് സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഒരുപാട് കോംപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല. 15-ാം നൂറ്റാണ്ട് മുതൽ സഭകൾ തമ്മിലടിച്ചത് ഇതിൻ്റെ പേരിലാണ്. അങ്ങനെ തമ്മിലടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന് ഇത്രയേ ഉള്ളൂ. അതായത് അബ്രഹാം വിശ്വസിച്ചു, അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. വിശ്വസിച്ചത് മകനെ ബലി കൊടുക്കുന്നതിന് മുമ്പാണ്. വിശ്വസിച്ചു, അപ്പം തന്നെ പറയണം അവൻ നീതീകരിക്കപ്പെട്ടു. പക്ഷെ ആ വിശ്വാസത്തിനകത്ത് ഒരു 3-4 അധ്യായം കഴിയുമ്പോൾ മകനെ ബലി കഴിക്കാനുള്ള സമർപ്പണം ഉണ്ടായിരുന്നു. അല്ലാതെ വെറുതെ ഒരു ഷോ വിശ്വാസമല്ല, ഒരു ഹിപ്പോക്രിറ്റിക് ഫെയ്ത്ത് അല്ല. ഈ വിശ്വാസത്തിനകത്ത് ദൈവം തരുന്നത് എന്തും സ്വീകരിക്കാനുള്ള ഒരു മനസ്സുണ്ട്. വിശ്വാസത്തിനകത്ത് ദൈവം വെച്ച് നീട്ടുന്നതെല്ലാം സ്വീകരിക്കാനുള്ള ഒരു സന്നദ്ധതയുണ്ട് ശരിക്കുള്ള വിശ്വാസത്തിനകത്ത്. അതുകൊണ്ടാണ് കോവിഡൊന്നും വന്നാലും വിശ്വാസികൾ ഒലയില്ല, ഭക്തരുലയും ശിഷ്യരുലയില്ല. അപ്പോഴും മനസ്സിലാക്കണം. ഭക്തർ പറയൂ ഞാൻ ഇത്രയും ചെയ്തിട്ട് എനിക്ക് എന്താ ഇങ്ങനെ വന്നേ. ശിഷ്യർ പറയും ഇത്രയല്ലേ വന്നുള്ളൂ. എപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ കേട്ടിട്ടുള്ള ചോദ്യങ്ങളിലൊന്ന് എനിക്കിത് എന്തുകൊണ്ട് വന്നു എന്ന ചോദ്യമാണ്. ആസ് ഇഫ് ഐ ആം സംബഡി വെരി സ്പെഷ്യൽ. ഞാൻ ഭയങ്കര പ്രത്യേകതയുള്ള ഒരാളാണ്, എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ വന്നു. ഇന്നലെ കൂടി ഒരു മെയിൽ വായിച്ചതേ ഉള്ളൂ. ഉത്തരം തരണം അച്ഛൻ, എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ വന്നു. ശിഷ്യൻ്റെ ചോദ്യം എന്തെന്നറിയോ? ദൈവമേ എനിക്ക് വളരെ കുറച്ചേ വരുന്നുള്ളല്ലോ, എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് കാര്യമായിട്ടൊന്നും വരുന്നില്ല ഇപ്പം. ഹോൾ ആറ്റിറ്റ്യൂഡ് ഈസ് ചേഞ്ച്ഡ്. അപ്പോൾ അതുകൊണ്ട് ഈ വിശ്വാസത്തിനകത്ത് അനുസരണമുണ്ട്, വിശ്വാസത്തിനകത്ത് പ്രവൃത്തിയുണ്ട്. നമുക്ക് വായിക്കാം യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 14 മുതൽ. ഞാൻ പറയുന്ന വാക്യങ്ങൾ മാത്രം വായിക്കുക. 14 വായിക്കുക. എൻ്റെ സഹോദരരെ, വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്ത് മേന്മയാണുള്ളത്? ഈ വിശ്വാസത്തിന് അവനെ രക്ഷിക്കാൻ കഴിയുമോ? വാക്യം 17, പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. അടുത്തത് 20, മൂഢനായ മനുഷ്യ, പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം ഫലരഹിതമാണ്. അടുത്തത് 6, ആത്മാവില്ലാത്ത ശരീരം
മൃതമായിരിക്കുന്നത് പോലെ പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസവും മൃതമാണ്. അപ്പോൾ കൂടുതൽ പിന്നീട് നിങ്ങൾ വായിച്ചുകൊള്ളുക. ഈ യാക്കോബ് 2:14 മുതൽ 26 വരെ പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം ചത്തതാണ് എന്ന് അപ്പസ്തോലൻ പഠിപ്പിക്കുന്ന ഭാഗമാണ്. മറ്റൊരു വചനം എടുക്കാം. എഫേസോസ് ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിച്ച്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്, അത് പ്രവർത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. കേട്ടെ, ക്ലിയർ ആയിരിക്കണം. നമ്മൾ നീതീകരിക്കപ്പെട്ടത് നമ്മുടെ ഒരു പ്രവൃത്തിയുടെയും ഫലമായിട്ടല്ല, മറിച്ച് കൃപയാലാണ്, ഈശോയുടെ കുരിശ് മരണത്താലാണ്. അത് നമ്മൾ വിശ്വസിച്ചപ്പോഴാണ്. വിശ്വാസം വഴി കൃപയാലാണ് രക്ഷിക്കപ്പെട്ടത്. പക്ഷെ കേട്ടോണം, വിശ്വസിച്ചവരായ നമ്മൾ, മനസ്സിലായല്ലോ, വിശ്വാസത്തിലൂടെ നമ്മൾ നീതീകരിക്കപ്പെട്ടു, പ്രവൃത്തികളാലല്ല. പക്ഷേ അങ്ങനെ രക്ഷിക്കപ്പെട്ടവർ എന്തു ചെയ്യണം? സൽപ്രവൃത്തികൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ ചെയ്തേ പറ്റൂ, ശരിക്കുള്ള വിശ്വാസമാണെങ്കിൽ. അത് അടുത്ത വാക്യം വായിച്ചേ. അത് പ്രവൃത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും അഹങ്കരിക്കേണ്ടതില്ല. നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. കണ്ടോ, പ്രവൃത്തി അവിടെ അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് അവിടെ തന്നെ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ എല്ലായിടത്തും പൗലോസ് ഇത് കെയർഫുൾ ആയിട്ട് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. മറ്റൊരു വചനം വായിക്കാം. ഗലാത്യ ലേഖനം 5:4. നിയമത്തിലാണ്, അല്ലെങ്കിൽ അതിന് എളുപ്പത്തിൽ വായിക്കാൻ, പ്രവർത്തികളാലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു, കൃപാവരത്തിൽ നിന്ന് നിങ്ങൾ വീണു പോവുകയും ചെയ്തിരിക്കുന്നു. ഞങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസം വഴി നീതി ലഭിക്കുമെന്ന പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. എന്തെന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ല, സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസം. കണ്ടോ, പ്രവർത്തന നിരതമായ വിശ്വാസം, അതാണ് സർവപ്രധാനം, സുപ്രധാനം. അപ്പോൾ ഈ യാത്രയുടെ അവസാനം എന്താണ്? ഒറ്റ കാര്യം കൂടെ, വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ യാത്രയുടെ അവസാനം എന്താണ്? സ്നേഹം. എന്താണ് മത്തായി 25-ൽ? എനിക്ക് വിശന്നു, ഭക്ഷിക്കാൻ തന്നോ, ദാഹിച്ചു, കുടിക്കാൻ തന്നോ, ഞാൻ രോഗിയായിരുന്നു, സന്ദർശിച്ചോ, കാരാഗ്രഹത്തിലായിരുന്നു, വന്ന് കണ്ടോ, പരദേശിയായിരുന്നു, സ്വീകരിച്ചോ, നഗ്നനായിരുന്നു, ഉടുപ്പിച്ചോ. ഈ ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ സ്നേഹത്തിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കുന്ന വഴിയാണ് സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം. നമ്മളില്ലാതാവുകയും ക്രിസ്തു നമ്മളിൽ ജീവിക്കുകയും ചെയ്യുന്ന അവസ്ഥ. അതിന് നമ്മളെ സഹായിക്കുന്നതാണ് കൂതാശകളും നമുക്ക് വരുന്ന സഹനങ്ങളും. അത് നമ്മെ സഹായിക്കുന്നു. അപ്പോൾ വിശ്വാസത്തിൽ നിന്ന്, വിശ്വാസം എന്ന മരത്തിൽ നിന്ന് പ്രവർത്തികൾ എന്ന ഫലങ്ങളുണ്ടാവാൻ, വിശ്വാസം എന്ന അമ്മയിൽ നിന്ന് പ്രവർത്തികൾ എന്ന മക്കളുണ്ടാവാൻ ഇടയാവും. അപ്പം അങ്ങനെ ആ സൽപ്രവർത്തികളുടെ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് മറ്റുള്ളവരെ പോലെ പെരുമാറാൻ അവകാശമില്ലാത്ത സൽപ്രവർത്തികളുടെ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ആ ജീവിതത്തെക്കുറിച്ച് പൗലോസ് ശ്ലീഹ പറയുന്നത് 1 കൊരിന്തോസ് 13-ാം അധ്യായം. വേഗം എടുത്തോ, അത് വായിച്ചിട്ട് നമുക്ക് ആത്മരക്ഷയെക്കുറിച്ചുള്ള ഈ പ്രബോധനം അവസാനിപ്പിക്കാം. 1 കൊരിന്തോസ് 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 13 വരെ വായിച്ചേ. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും സമം പറ. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും സമം. ഭാഷാവരമായി പറയുന്നത്. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചന വരം ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ജ്ഞാനവരം, സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസത്തിൻ്റെ വരം എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദൈവമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല. സ്നേഹം അങ്ങനെ തന്നെ വായിക്കുക. സ്നേഹം ആത്മപ്രശംസ ചെയ്യുന്നില്ല. സ്നേഹം അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല. സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. സ്നേഹം കോപിക്കുന്നില്ല. സ്നേഹം വിദ്വേഷം പുലർത്തുന്നില്ല. സ്നേഹം അനീതിയിൽ സന്തോഷിക്കുന്നില്ല. സ്നേഹം സത്യത്തിൽ ആഹ്ലാദം കൊള്ളും. സ്നേഹം സകലതും സഹിക്കുന്നു. സ്നേഹം സകലതും വിശ്വസിക്കുന്നു. സ്നേഹം സകലതും പ്രത്യാശിക്കുന്നു. ഇനി താഴോട്ട് വരുമ്പോൾ 12-ാമത്തെ വാക്യം. ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു, അപ്പോഴാകട്ടെ മുഖാഭിമുഖം ദർശിക്കും.
ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു, അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നത് പോലെ ഞാനും പൂർണ്ണമായി അറിയും. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. 14:1 സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അവിടം വരെയുണ്ട് ആ ഭാഗം. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ആത്യന്തികമായിട്ട് നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിൽ എത്തണം. ഇതാണ് അന്ത്യവിധിയിലെ ചോദ്യം. ക്ലിയർ ആയിരിക്കണം. അന്ത്യവിധിയിൽ ഈ ചോദ്യമേ ഉള്ളൂ, നിനക്ക് സ്നേഹിക്കാൻ പറ്റിയോ? അപ്പം നമ്മൾ പറയാണ് സ്നേഹിക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ട്? സ്നേഹിക്കാനുള്ള കഴിവ് ശരീരത്തിലില്ലായിരുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, മാമോദീസയിലെ വിശ്വാസം ആക്റ്റീവാക്കിയോ? ഇല്ല. സൈര്യലേപനത്തിലെ വിശ്വാസം ആക്റ്റീവാക്കിയോ? ഇല്ല. വിശുദ്ധ കുർബാനയിലെ ഫെയ്ത്ത് ആക്റ്റീവാക്കിയോ? ഇല്ല. എന്നിട്ട് നീ വന്നിരിക്കുകയാണോ നിനക്ക് പറ്റിയില്ലെന്ന് പറഞ്ഞിട്ട്? ഇതിനുള്ള എല്ലാ റിസോഴ്സസും ദൈവം നിനക്ക് തന്നിട്ടുണ്ടായിരുന്നു. എല്ലാ റിസോഴ്സസും സ്നേഹിക്കാൻ. കർത്താവെ, എനിക്ക് എൻ്റെ ശരീരം കൊണ്ട് സ്നേഹിക്കാൻ പറ്റില്ലായിരുന്നു. എല്ലാ റിസോഴ്സസും തന്നിട്ടുണ്ടായിരുന്നു. നീ എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല? ഒരു വചനം കൂടെ എടുത്തേ. പെട്ടെന്ന് ഓർമ്മയിൽ ആത്മാവ് തരുന്നതുകൊണ്ട് അത് എടുക്കുകയാണ്. അതായത് ഇതിനുള്ള ശക്തി ദൈവം നമുക്ക് തരും. അങ്ങനെ തരുമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വചനമാണ് എഫേസോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ. ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പ്രഭുത്വങ്ങൾക്കും നാമകാരണമായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. അടുത്ത വാക്യം ശ്രദ്ധിച്ച് വായിക്കുക. അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തും. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കും. നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കും. എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതി ഉയരം ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കും. അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണ്ണതയാൽ നിങ്ങൾ പൂരിതരാവുകയും ചെയ്യും. ഇതെല്ലാം ചെയ്തിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എങ്ങനെയാണ് ഇത് നടക്കുന്നത്? വായിച്ചേ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ. നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ. ഇത് നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ വചനം ഇത്ര നാൾ ഉപയോഗിച്ചിട്ടുള്ളത്? ചക്കയും മാങ്ങയും കിട്ടാൻ വേണ്ടി അല്ലേ? നമ്മൾ ചോദിച്ചത് 2 നില വീടാണ്, ആഗ്രഹിക്കുന്നത് 4 നില വീട് കർത്താവ് തരുമായിരിക്കും. ഇതിനുള്ള വചനം അല്ലിത്. അയലോക്കക്കാരൻ എപ്പോഴും തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങ് നോക്കാൻ പോലും ഇഷ്ടമില്ല. അപ്പോൾ അവനെ സ്നേഹത്തോടെ നോക്കാൻ പറ്റണം. അതിനിപ്പോൾ ഈ ശരീരം കൊണ്ട് പറ്റില്ല. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ. മനസ്സിലായോ? ഈ വചനം സ്നേഹിക്കാനുള്ള ശക്തി നമ്മിൽ നിക്ഷേപിക്കാൻ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും എന്ന് പറയുന്ന വചനമാണ്. അല്ലാതെ ലോട്ടറി അടിക്കാനുള്ള വചനം അല്ല ഇത്. പക്ഷേ എന്ത് ചെയ്യാനാണ്? നമ്മളിതെല്ലാം എടുത്ത് നമ്മുടെ ഭൗതിക ലാഭത്തിന് വേണ്ടി ദൈവഭക്തിയെ ധനലാഭത്തിനുള്ള മാർഗമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ആത്മരക്ഷ നിസാരമല്ല. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ രക്ഷ പ്രാപിക്കുമെന്ന് ആരും വിചാരിക്കാൻ പാടില്ല. ഈ പ്രോസസ്സ്. അപ്പോൾ ഇത്ര വലിയ രക്ഷയെ അവഗണിക്കുന്ന നാം എങ്ങനെ രക്ഷ പ്രാപിക്കും? ഇത്ര വലിയ ഒരു രക്ഷയെ കണ്ടില്ലെന്ന് നടിക്കുന്ന നമുക്ക് എങ്ങനെയാണ് രക്ഷപ്പെടാൻ പറ്റുന്നത് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ചോദിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഈ ആരാധനയിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, ഞങ്ങളുടെ ആത്മാക്കൾ നശിച്ചു പോകാൻ ഇടവരരുത്. അതിന് കർത്താവ് സ്ഥാപിച്ച സഭയിലൂടെ, അവിടുന്ന് ഒരുക്കി തന്ന കൂദാശകളിലൂടെ കർത്താവെ, അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ
കർത്താവേ. അഖില ലോകനായക വാഴ്ത്തിടുന്നു ഞങ്ങൾ ഈശോനാഥ, പുകഴ്ത്തിടുന്നു ഞങ്ങൾ. അഖില ലോകനായക വാഴ്ത്തിടുന്നു ഞങ്ങൾ ഈശോനാഥ, പുകഴ്ത്തിടുന്നു ഞങ്ങൾ. നമ്മുടെ ഇടയിലേക്ക് മഹത്വത്തോടെ ഇറങ്ങി വന്ന ദൈവപുത്രനെ ആദരവോടെ നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഹന്നാൻ 3:16 എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. നമ്മളിൽ ഒരുവൻ പോലും നശിച്ചു പോകാതിരിക്കാൻ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അത്രമേൽ നമ്മളെ സ്നേഹിക്കുന്ന ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് ഈ പരിശുദ്ധ കുർബാനയിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദിവ്യരക്ഷകൻ. ആ ഈശോയിലേക്ക് നമ്മുടെ കണ്ണുകൾ പ്രതീക്ഷയോടെ ഉയർത്താം. നമ്മുടെ കരങ്ങളെ ഈശോയുടെ സന്നിധിയിലേക്ക് തുറന്നു പിടിക്കാം. നമ്മളെവിടെയായിരുന്നാലും, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ജോലിസ്ഥലത്ത്, ഏതവസ്ഥയിലായിരുന്നാലും പരിശുദ്ധ കുർബാനയിലേക്ക് വിശ്വാസത്തോടെ നമുക്ക് നോക്കാം. ഇതാ ദൈവത്തിൻ്റെ പുത്രൻ നമ്മളിൽ ഒരുവൻ പോലും നശിച്ചു പോകാതെ നമ്മുടെ ആത്മാവിനെ രക്ഷിക്കുവാൻ വേണ്ടി, ലോകത്തെ മുഴുവനും രക്ഷിക്കുവാൻ വേണ്ടി മഹത്വത്തോടെ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. അവനെ നമുക്ക് മഹത്വപ്പെടുത്താം, അവനെ നമുക്ക് ആരാധിക്കാം, അവനിൽ നമ്മുടെ ആത്മാവിനെ നമുക്ക് സമർപ്പിക്കാം. നമ്മളെ മാത്രമല്ല, ഈ ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന, ഇനിയും ഈ ലോകത്തിലേക്ക് കടന്നു വരാനിരിക്കുന്ന സർവ്വ മനുഷ്യരുടെയും ആത്മാക്കളുടെ രക്ഷ ഈ യേശു ക്രിസ്തുവിലാണ്. കർത്താവെ, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അങ്ങ് മഹത്വത്തോടെ ഇറങ്ങി വന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഈശോയെ, ഈ പ്രതികൂല സാഹചര്യങ്ങളിലും വേദനകൾ നിറഞ്ഞ ഈ കാലങ്ങളിലും കർത്താവെ, നിന്റെ കൃപ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ, നിന്റെ സ്നേഹം ഞങ്ങളിലേക്ക് ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങളും ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് ഉയർത്തി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ദൈവമേ, അങ്ങയുടെ മഹത്വത്താൽ ഭൂമുഖം നിറയപ്പെടട്ടെ. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങയുടെ മഹത്വം നിറയട്ടെ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ മഹത്വം നിറയട്ടെ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്ന യേശുവേ, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്ന യേശുവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന യേശുവേ. അവിടുന്ന് മാത്രമാണ് ആരാധനായ ദൈവം, അവിടുന്ന് മാത്രമാണ് ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ആരാധ്യനേ, ഉന്നതനേ, സ്തുതിക്കു യോഗ്യനേ. ആരാധ്യനേ, ഉന്നതനേ, സ്തുതിക്കു യോഗ്യനേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. ആരാധ്യനേ, ഉന്നതനേ, സ്തുതിക്കു യോഗ്യനേ.
ആരാധ്യനേ ഉന്നതനേ സ്തുതിക്കു യോഗ്യനേ സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ സർവസ്തുതികൾക്കും ദൈവപുത്രനെ ആരാധിക്കാം. നമുക്ക് എല്ലാ സ്തുതികൾക്കും യോഗ്യനായ യേശുവിനെ ആരാധിക്കാം. യേശുവേ ചേർന്ന് പാടി ആരാധിക്കാം. പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. തുടർന്നുള്ള നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല അർപ്പിക്കുവാൻ നമ്മൾ ഒരുങ്ങുകയാണ്. പരിശുദ്ധ അമ്മ വിശുദ്ധ ഡൊമിനിക്കിന് നൽകിയ വാഗ്ദാനത്തിൽ ഇപ്രകാരം പറയുന്നു: ജപമാല നിത്യരക്ഷയുടെ അടയാളമായിരിക്കും. ജപമാലയിലൂടെ എനിക്ക് പ്രതിഷ്ഠിക്കുന്നവർ ഒരിക്കലും നശിച്ചു പോവുകയില്ല. അമ്മയുടെ ഈ വാഗ്ദാനത്തോട് ചേർന്ന് ഇന്ന് ലോകം മുഴുവനുമുള്ള എല്ലാ ആത്മാക്കളെയും പരിശുദ്ധ അമ്മയോട് ചേർത്ത് നമുക്ക് ഈ നിമിഷങ്ങളിൽ സമർപ്പിക്കാം. ഈ ജപമാലയിൽ എല്ലാ ആത്മാക്കളെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹവും അമ്മയുടെ ഏറ്റവും വലിയ സന്തോഷവും പാപികളുടെ മാനസാന്തരവും ആത്മാക്കളുടെ രക്ഷയുമാണ്. അതിനാൽ നമുക്ക് അമ്മയുടെ ആഗ്രഹത്തോട് ചേർത്ത് നമ്മളുടെ ഈ ആഗ്രഹവും നമ്മളുടെ ഈ പ്രാർത്ഥനാ നിയോഗവും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയിൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും തളർന്നു പോകുവാൻ അമ്മ അനുവദിക്കില്ല. പരിശുദ്ധ അമ്മയ്ക്കായി സമർപ്പിക്കുന്ന ഒരാത്മാവ് പോലും നഷ്ടമാക്കപ്പെടുവാൻ അമ്മ അനുവദിക്കില്ല. ആ ഒരു വലിയ ബോധ്യത്തോട് ചേർന്ന് ലോകം മുഴുവനും വേദനിക്കുന്ന ദുഃഖത്തിലൂടെ, ദുരിതങ്ങളിലൂടെ, പാപത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന എല്ലാ ആത്മാക്കളെയും ചേർത്ത് വെച്ച് ഒരാത്മാവ് പോലും നഷ്ടമാകാതെ എല്ലാ ആത്മാക്കളും നിത്യഭാഗത്തിൽ എത്തിച്ചേരുവാനായി നമുക്ക് ഈ ജപമാലയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മളുടെ ഈ നിയോഗത്തെ പരിശുദ്ധ അമ്മയോട് ചേർത്ത് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇടയിലേക്ക് ഈ ഗാനത്തിൻ്റെ വരികളിലൂടെ പരിശുദ്ധ അമ്മയെ ക്ഷണിച്ച് നമുക്ക് ജപമാലയിലേക്ക് പ്രവേശിക്കാം. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും, മൊഴികൾ ഇടറുമ്പോൾ എന്നുടെ
നിന്നുടെ സ്വരമായി തീർന്നിടും. മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും. മൊഴികൾ ഇടറുമ്പോൾ നിന്നുടെ സ്വരമായി തീർന്നിടും. ദുഃഖമകന്നിടുവാൻ അമ്മേ പ്രാർത്ഥിച്ചിടണമേ. പാപമകന്നിടുവാൻ അമ്മേ യാചിച്ചിടണമേ. ദുഃഖമകന്നിടുവാൻ അമ്മേ പ്രാർത്ഥിച്ചിടണമേ. പാപമകന്നിടുവാൻ അമ്മേ യാചിച്ചിടണമേ. എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. അമ്മേ എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ. അമ്മേ എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. അമ്മേ എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. അളവില്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയേറ്റ പാപികളുമായ ഞങ്ങൾ നിസീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു. സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുകുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുകുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ളവളായ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുകുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദുഃഖകരമായ ദിവ്യരഹസ്യം. ഒന്നാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോര വിയർത്തി ഒന്ന് ധ്യാനിക്കുക. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ.
ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതലാവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രണ്ടാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പീലാത്തോസിന്റെ വീട്ടിൽ വെച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് മൂന്നാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ യൂദന്മാർ മുൾമുടി ധരിപ്പിച്ചെന്ന് ധ്യാനിക്കുക. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് ദൈവവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാലാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടുവെന്ന് ധ്യാനിക്കുക. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജമാലയുടെ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അഞ്ചാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഗാഗുൽത്ത മലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്യമൊഴുകിയ പരിശുദ്ധ ദൈവമാതാവിന്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റെപ്പായേലേ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പേ, സിൽഹന്മാരായ വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, വിശുദ്ധ യോഹനാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളടയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കേണമേ. സ്വർഗ്ഗപിതാവാം സകലേശാ, ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം മിശിഹായേ, ദിവ്യാനുഗ്രഹമേകണമേ. ദൈവാത്മാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനമാം ത്രിത്വമേ ദിവ്യാനുഗ്രഹമേ ഗണമേ. കന്യാമേരി വിമലാംബേ, ദൈവകുമാരനമാതാവേ, രക്ഷകനോടിലംബികയേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഇതരാം നിർമ്മല മാതാവേ, കറയില്ലാത്തൊരു കന്യകയെ, നേർവഴി കാട്ടും ദീപശിഖേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിത്യമഹോന്നത കന്യകയേ, വിവേകമതിയാം കന്യകയേ, വിശ്രുതയാം സുരകന്യകയേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശ്വാസത്തിൻ നിറകുടമേ, കാരുണ്യത്തിൻ നിലയനമേ, നീതി വിളങ്ങും ദർപ്പണമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിജ്ഞാനത്തിൻ വേദികയേ, മാനവനുത്സവദായികയേ, ദൈവികമാം പനിനീർസുമമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ദാവീദിൻ തിരുഗോപുരമേ, നിർമ്മലദന്ത ഗോപുരമേ, പൊന്നിൻ പൂമണി മന്ദിരമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വാഗ്ദാനത്തിൻ പേടകമേ, സ്വർലോകത്തിൻ ദ്വാരകമേ, പുലർക്കാലത്തിൻ താരകമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. രോഗമിയെന്നവനാരോഗ്യം പകരും കരുണാസാഗരമേ, പാപിക്കവനിലാശ്രയമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. കേഴുന്നോർക്കു നിരന്തരമായി സാന്ത്വനമരുളും മാതാവേ, ക്രിസ്തുജനത്തിൻ പാലികയേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വാനവനിരയുടെ രാജ്ഞി, ഭാവാന്മാരുടെ രാജ്ഞി, സ്ത്രീഹന്മാരുടെ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. കന്യകമാരുടെ രാജ്ഞി, വന്ദകനിരയുടെ രാജ്ഞി, രക്താംഗിതരുടെ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സിദ്ധന്മാരുടെ രാജ്ഞി, ഭാരതസഭയുടെ രാജ്ഞി, അമലോത്ഭവയാം രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ശാന്തി ജഗത്തിനു നൽകും നിത്യവിരാജിതരാജ്ഞി, സ്വർഗാരോപിതരാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി.
പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേ നാഥ, പ്രാർത്ഥന കേൾക്കണമേ നാഥ, പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേ നാഥ, ഞങ്ങളിൽ കനിയേണമേ നാഥ, ഞങ്ങളിൽ കനിയേണമേ. സർവേശ്വരന്റെ പുണ്യപൂർണയായ മാതാവേ, ഇതാ ഞങ്ങൾ അങ്ങേപ്പക്കൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യനേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാമാതാവേ, സകല ആപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീണുകിടക്കുന്ന ഈ സമൂഹത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. പരിശുദ്ധ രാജ്ഞി, കരുണയുള്ള മാതാവേ സ്വസ്തി, ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി. ഹവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിന്റെ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥേ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. ആരവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ ആരാധന ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേ
ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ